മൂന്നാം വർഗ ഉത്തോലകങ്ങളെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. മൂന്നാം വർഗ ഉത്തോലകം. മൂന്നാം വർഗ ഉത്തോലകത്തിൽ യജ്ഞമായിരിക്കും മിഡിൽ വരുന്നത്. യജ്ഞം മിഡിൽ വരും. യജ്ഞം ധാരത്തിനും രോധത്തിനും ഇടയിൽ, അതായത് എഫോർട്ട് എന്ന് പറയുന്നത് ഫുൾക്രത്തിനും റെസിസ്റ്റൻസിനും ഇടയിൽ വരുന്ന ഉത്തോലകങ്ങളെയാണ് മൂന്നാം വർഗ ഉത്തോലകം എന്ന് നമ്മൾ പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ബലം കൊടുക്കുന്നതായിരിക്കും മിഡിൽ. ഇതുണ്ടോ, ബലം പ്രയോഗിക്കുന്നത് ഈ ഭാഗത്ത്, ഈ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്ന ഭാഗത്തായിരിക്കും നമ്മൾ ബലം പ്രയോഗിക്കുന്നത്. ഒരു സൈഡിൽ ജോയിൻറ്റും ഒരു സൈഡിൽ നമുക്ക് എടുക്കേണ്ട വസ്തുവും. അങ്ങനെയുള്ള ഉത്തോലകങ്ങളാണ് മൂന്നാം വർഗ ഉത്തോലകം. ഉദാഹരണങ്ങളാണ് ചൂണ്ട, ചവണ, ഐസ്ട്രോങ്സ്. ഐസ്ട്രോങ്സിൻ്റെയൊക്കെ നമ്മൾ ഒരു സൈഡ് ഈ നടുക്ക് ബലം കൊടുത്താൽ, നടുക്കിങ്ങനെ ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അരികിൽ വെച്ച് എടുക്കാൻ പറ്റും. ഈ ഒരു സൈഡ് ജോയിൻറ്റും ആയിരിക്കില്ലേ. അപ്പോൾ ഈ ഉദാഹരണം പഠിക്കാനുള്ള എളുപ്പമാണ്. ചുണ്ടിൽ ചവച്ച ഐസ് എന്തായി. ചുണ്ടിൽ എന്ന് പറയുന്നത് ചൂണ്ട എന്ന് ഓർക്കാൻ, ചവച്ച ചവണയെ ഓർക്കാൻ, ഐസ് എന്നുള്ള ഐസ്ട്രോങ്സ്. അങ്ങനെ മൂന്നെണ്ണം നമുക്ക് ഉദാഹരണം പഠിക്കാം. അപ്പോൾ മൂന്നാം വർഗ ഉത്തോലകം എന്ന് പറഞ്ഞാൽ എന്തുവരും? യജ്ഞം അഥവാ എഫേർട്ട്, ധാരത്തിനും ഫുൾക്രത്തിനും രോധം അഥവാ റെസിസ്റ്റൻസിനും ഇടയിലുള്ള ഉത്തോലകം. നമ്മൾ 1, 2, 3 വർഗ ഉത്തോലകങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇത് മൂന്നും ക്ലിയർ ആയെന്ന് വിശ്വസിക്കട്ടെ.